അൽത്താസ വിജയിച്ചത് ഷവർമ കാരണമല്ല, അൽറീൻ വിജയിച്ചത് മന്തി കാരണമല്ല. അങ്ങനെ ആർന്നേല് ഷവർമയും മന്തിയും പൊറോട്ടയും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ഒക്കെ നല്ല ടേസ്റ്റിൽ വിൽക്കണ എത്ര റെസ്റ്റോറൻറ്റ്സാ പൂട്ടിപ്പോണേ. അൽത്താസയുടെ ക്വാളിറ്റിയും ബ്രാൻഡിങ്ങും മാർക്കറ്റിംഗ് ഒക്കെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. എന്നാലും അതിലും വലിയൊരു സാധനമുണ്ട്. ഹോട്ടലും കഫയൊക്കെ തുടങ്ങാൻ പോണ സാധാരണക്കാർക്ക് അറിയാത്ത ഒരു സാധനം. അതാണ് ഇൻവെന്ററി മാനേജ്മെന്റ്. ഈ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റിന് ചിക്കനും മട്ടണും ബീഫും പലതരം മീനും വെജിറ്റബിൾസും അരിയും മാവും പിന്നെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഒരു സൂപ്പർ മാർക്കറ്റിൽ കിട്ടണത്ര സാധനവന്മാർക്ക് വാങ്ങി വെക്കണം. എന്നാൽ ഡെയിലി എത്ര ചിക്കൻ കറി എത്ര ബീഫ് കറിയൊക്കെ വിൽക്കണം എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഇനി എത്രയൊക്കെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യണവനാണെങ്കിലും ഒരു 10-20% ലോസ് വരൂലേ? അതോടുള്ള ലാഭം പോകൂലേ? എന്നാൽ അൽത്താസയ്ക്ക് അൽറീവിനൊക്കെ ആകെ കുറച്ച് ചിക്കനും മയണൈസ് അരിയും റൊട്ടിയും മാത്രം മാനേജ് ചെയ്താൽ പോരെ. മെയിൻ ആയിട്ട് ഒറ്റ പ്രൊഡക്റ്റ് അല്ലേ സെല് ചെയ്യണുള്ളൂ. അപ്പൊ അതിന്റെ ടേസ്റ്റും ക്വാളിറ്റി ഇൻവെന്ററി ഒക്കെ പ്രോപ്പറായിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഇൻവെന്ററി മാനേജ്മെന്റ്. അവനാണ് ഫുഡ് ഐറ്റത്തിലെ ഹിഡൻ കിങ്. അപ്പോ ഹോട്ടലും കഫയൊക്കെ തുടങ്ങുന്നവരോടായിട്ട് പറയാണ്, ആദ്യമേ കയറി മെനുവിൽ 100 ഐറ്റം വെക്കാൻ നോക്കാണ്ട് ഏതെങ്കിലും 1-2 ഐറ്റം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് അത് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് അതിലൊരു ബ്രാൻഡ് ആവാൻ നോക്ക്. ഈ കായിസ് ബിരിയാണി ഹട്ട്, അൽത്താസ്, അൽഡ്രീം, പെനി ഐസ് അതുമാതിരി. അപ്പോ വേറൊരു കച്ചവടത്തിന്റെ റീലുമായിട്ട് നാളെ കാണാം.